ഹായ് ഓൾ, വെൽക്കം ടു ഏണസ്റ്റ് അക്കാദമി. അപ്പോൾ നമ്മൾ ഇന്ന് ഈ സെഷനിൽ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, സാധാരണയായിട്ട് ഇപ്പം 10th കഴിഞ്ഞാലും +2 കഴിഞ്ഞാലും ഗ്രാജുവേഷൻ കഴിഞ്ഞാലും എല്ലാവർക്കും ഉദ്യോഗാർത്ഥികളെല്ലാം ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്റാണ് യൂണിഫോം പോസ്റ്റ് എന്നുള്ളത്. അപ്പോൾ യൂണിഫോം പോസ്റ്റ് കിട്ടാൻ വേണ്ടി എല്ലാവർക്കും ആഗ്രഹമുണ്ടെങ്കിലും എത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് എത്തിപ്പെടുന്നത് വളരെ കുറച്ച് പേർ മാത്രമാണ്. കാരണം അതിൻ്റെ എക്സാംസും അതിൻ്റെ കാറ്റഗറിയൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് ആ പോസ്റ്റ് ലഭിക്കാതെ പോകുന്നൊരു അവസ്ഥയുണ്ട്. അപ്പം എല്ലാവരുടെ സ്വപ്നമാണ് ഒരു നല്ല യൂണിഫോം പോസ്റ്റ് കിട്ടണം. കാരണം നമുക്ക് സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കുമ്പം അതിൻ്റെ ഒരു പ്രസ്റ്റീജ് വാല്യൂ ആണ് യൂണിഫോം എന്ന് പറയുന്നത്. അപ്പം യൂണിഫോം പോസ്റ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. PSCയിലുള്ള യൂണിഫോം അല്ല, നമുക്ക് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും ഏതൊക്കെയാണ് യൂണിഫോം പോസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം സെൻട്രൽ ഗവൺമെന്റിനെ കുറിച്ച്. PSCയിൽ ഇപ്പം നമുക്കറിയാം പോലീസ് ഫോഴ്സിനെ ബേസ് ചെയ്ത് കുറേയേറെ പോസ്റ്റുകളുണ്ട്. അതല്ല നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. നമുക്ക് കൂടുതൽ വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് യൂണിഫോം പോസ്റ്റുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റിനെ കുറിച്ച് പറയുമ്പം നമ്മൾ മേജറായിട്ട് സംസാരിക്കേണ്ടത് 2 ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ 2 എക്സാം കാറ്റഗറിയെ കുറിച്ചാണ്. ഒന്ന് SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും 2 റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുമാണ്. അപ്പം റെയിൽവേ RRBയിലും SSCയിലും ഈ രണ്ടിലുമുള്ള യൂണിഫോം പോസ്റ്റിന്റെ കാറ്റഗറിയെ കുറിച്ചും അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് പോകാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ RRBയിലുള്ള യൂണിഫോം പോസ്റ്റുകളെ കുറിച്ചാണ്. നമുക്കറിയാം RRBയിൽ യൂണിഫോം പോസ്റ്റ് എന്ന് പറയാനാണെങ്കിൽ കറക്റ്റ് പറയുവാണെങ്കിൽ ഒരു പോസ്റ്റ് നമുക്ക് യൂണിഫോം പോസ്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നതല്ലേ എന്താണെന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പം അതിൽ നിന്നും ഒരു പോസ്റ്റാണ് നമുക്ക് RRBയിലുള്ളത്. അത് RPF അല്ലെങ്കിൽ RPSF, ദാറ്റ് ഈസ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. അവിടെ 2 പോസ്റ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സബ് ഇൻസ്പെക്ടർ SIയും മറ്റൊന്ന് കോൺസ്റ്റബിളും. അപ്പം സ്വാഭാവികമായിട്ടും അതിന്റെ സബ് ഇൻസ്പെക്ടറുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ, ഏജ് 20 to 25 ആണെന്നുള്ളതാണ് പ്രത്യേകത. എന്നാൽ ഈ പറഞ്ഞ കോൺസ്റ്റബിൾ പോസ്റ്റിന്റെ പ്രത്യേകത അതിന്റെ എലിജിബിലിറ്റി 10th ആണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ പറയുന്നത്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഏജ് പറയുന്നത് 18 to 25 ആണ്. അപ്പൊ രണ്ടിനും ഏജ് സെയിം ആണ്. രണ്ടും നിങ്ങൾക്ക് തമ്മിലുള്ള വ്യത്യാസം അറിയാം. ആ എഡ്യൂക്കേഷന്റെ വ്യത്യാസം വരുന്നതാണ്. ഒന്ന് സബ് ഇൻസ്പെക്ടർ ആണ്, മറ്റൊന്ന് കോൺസ്റ്റബിൾ ആണ്. കൂടാതെ ഇത് എക്സാമിന് ശേഷം നമുക്കൊരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കാണും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം യൂണിഫോം പോസ്റ്റിന് വേണ്ടി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് യൂണിഫോം പോസ്റ്റ് എടുത്താലും അതിപ്പം കേരള PSCയിലായിക്കോട്ടെ അത് സെൻട്രൽ ഗവൺമെന്റിലായിക്കോട്ടെ ഫിസിക്കൽ എഫിഷ്യൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫിസിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ ബേസ് പറ്റുന്നവർ മാത്രമേ ഇങ്ങനെയുള്ള പോസ്റ്റ് ആഗ്രഹിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഇപ്പൊ പറഞ്ഞ RPF അല്ലെങ്കിൽ RPSFൽ SI കോൺസ്റ്റബിൾ എക്സാമിന് ശേഷം സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണെന്നുള്ളതാണ് പ്രത്യേകത. ഇവിടുത്തെ പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ SI സബ് ഇൻസ്പെക്ടർ കിട്ടുന്നത് 35,400 to 1,12,000 ആണ്. വളരെ വലിയൊരു സാലറി സ്കെയിലാണ്. നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റ് സാലറി സ്കെയിൽ സിസ്റ്റത്തെ കുറിച്ചൊക്കെ അറിയാവുന്നതാണ്. ലെവൽ 6 ആണ് പറഞ്ഞിരിക്കുന്നത്, പ്ലസ് അലവൻസ് ആണ് ആ സാലറി എന്ന് പറയുന്നത്. എന്നാൽ ഇത് കോൺസ്റ്റബിളിലേക്ക് വരുമ്പോൾ ഏകദേശം 21,700 തൊട്ട് 69,100 വരെയാണ് സാലറി. അത് ലെവൽ 3 ആണ്. അപ്പം ആ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ വ്യത്യാസം അനുസരിച്ചാണ് ആ 2 പോസ്റ്റ് ഞാൻ പറഞ്ഞത്. നമുക്കിനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇവിടെ ഈ പറയുന്ന SI അല്ലെങ്കിൽ നമ്മൾ ഈ കോൺസ്റ്റബിൾ നമ്മൾ സാധാരണയായിട്ട് റെയിൽവേയിൽ നമ്മൾ കാണുന്ന പോസ്റ്റാണ്, നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, മിക്ക ജനങ്ങളും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ഇവിടെ ഇവരുടെ ജോബ് റോള്, വർക്ക് നേച്ചർ എങ്ങനത്തെ ആയിരിക്കും എന്നാണ് പറയാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഓഫ് റെയിൽവേ പ്രോപ്പർട്ടീസ്, പാസഞ്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് നമുക്കറിയാവുന്ന കാര്യമാണ്. ദെൻ പട്രോളിംഗ് ട്രെയിൻസ് ആൻഡ് സ്റ്റേഷൻസ്, ദെൻ ആന്റി തെഫ്റ്റ്, ആന്റി സ്മഗ്ലിംഗ് ആൻഡ് പാസഞ്ചർ സേഫ്റ്റി ഓപ്പറേഷൻസ്. ഇതൊക്കെയാണ് ഇവരുടെ ജോബ് റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് RRBയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു യൂണിഫോം പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഏകദേശം പറയുവാണെങ്കിൽ RRBയിൽ യൂണിഫോം ബേസ്ഡ് ആയിട്ടുള്ള പല പോസ്റ്റുകളുണ്ട്. എന്ന് പറഞ്ഞപ്പോൾ TT അല്ലെങ്കിൽ ലോക്കോ പൈലറ്റ്, അത് നമ്മൾ നമ്മുടെ മെമ്മറിയിലുള്ള യൂണിഫോം അങ്ങനത്തെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് യൂണിഫോം? ഒരു പോലീസ് സെറ്റപ്പിൽ പോകുന്നതാണ് യൂണിഫോം പോസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് RPF അല്ലെങ്കിൽ RPSF എന്നുള്ള ഒറ്റ പോസ്റ്റ് മാത്രമേ നമ്മളിപ്പം റെയിൽവേയിൽ നമുക്ക് സംസാരിക്കാനുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ അണ്ടറിലുള്ള വേരിയസ് യൂണിഫോം പോസ്റ്റുകളെ കുറിച്ചാണ്. അത് വളരെയധികം പോസ്റ്റുകളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചർച്ച ചെയ്യാം.
അപ്പോൾ ആദ്യം പറയുന്നത് SSC GD കോൺസ്റ്റബിൾ പോസ്റ്റിനെ കുറിച്ചാണ്. അപ്പം അതിനകത്ത് കോൺസ്റ്റബിൾ പോസ്റ്റുകൾ വരുമ്പം അത് BSFിലെ, CRPFിലെ, CISFിലെ, ITBPയിലെ, SSB, അസാം റൈഫിൾസ്, ഇവിടെ ഈ പറയുന്ന ഭാഗത്താണ് കൂടുതൽ കോൺസ്റ്റബിൾ പോസ്റ്റുകൾ പറഞ്ഞത്. ഈ പറയുന്ന വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, കാറ്റഗറീസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തെ ഈ പറയുന്ന കോൺസ്റ്റബിൾ പോസ്റ്റുകൾക്കുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 10th പാസ് ആണ്. ഓക്കെ, ഒരു റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നുള്ള 10th പാസ് ആണ് അവിടുത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. കൂടാതെ ഏജ് ലിമിറ്റ് പറയുന്നത് 18 to 23 ഇയേഴ്സ് ആണ്. അത് OBCക്ക് നമ്മൾ ഈ പറയുന്ന കാറ്റഗറി SC/STക്ക് ഒക്കെ റിലാക്സേഷൻ പല രീതിയിലുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് 18 to 23 ഇയേഴ്സ് ആണ്. അതിന്റെ പേ സ്കെയിലിനെ കുറിച്ച് പറയുവാണെങ്കിൽ 21,700 തൊട്ട് 69,100 വരെയാണ് ലെവൽ 3 സ്കെയിലാണ് പറയുന്നത്. പ്ലസ് അലവൻസ് ആണ്. നമ്മൾ ഈ യൂണിഫോം പോസ്റ്റിനെല്ലാം ഉള്ള പ്രത്യേകതയാണ് അലവൻസ് എന്ന് പറയുന്നത്. അത് അവിടെ പോയിക്കൊണ്ടിരിക്കും. അപ്പം പേ സ്കെയിൽ പറയുന്നത് ഇത്രയുമാണ്. അപ്പോൾ ലെവൽ 3 സ്കെയിലാണ് നമുക്ക് കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. കോൺസ്റ്റബിൾ എന്ന് പറയുമ്പം കോൺസ്റ്റബിളിന് വളരെയധികം വേക്കൻസീസ് ഉണ്ട്. കാരണം മുകളിൽ കണ്ട ഇത്രയും കാറ്റഗറീസിലുള്ള കോൺസ്റ്റബിൾ പോസ്റ്റ് ആണ് ഈ പറയുന്നത്. അപ്പം അത്രയും വേക്കൻസീസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് 10th പാസ് മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു ഹൈ സാലറി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പോസ്റ്റിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഇനി ഇതിന്റെ ജോബ് പ്രൊഫൈൽ അല്ലെങ്കിൽ നേച്ചർ ഓഫ് വർക്ക് എങ്ങനെയായിരിക്കും നോക്കാം. ഇത് ഔട്ട്ഡോർ ഫീൽഡ് ഡ്യൂട്ടീസ് ആണ് ഇൻ വേരിയിങ് ആൻഡ് സംടൈംസ് എക്സ്ട്രീം ക്ലൈമറ്റ് കണ്ടീഷൻസ്. ദെൻ ഷിഫ്റ്റ് ബേസ്ഡ് വർക്ക് ആണ് ഇൻക്ലൂഡിംഗ് നൈറ്റ് ആൻഡ് ഹോളിഡേയ്സ്. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ജോലിയാണ്. ദെൻ ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് പാട്രോളിംഗ്, വെഹിക്കിൾ ചെക്സ്, ഏരിയ ഡോമിനേഷൻ ആൻഡ് പബ്ലിക് സേഫ്റ്റി. ഇത് സ്വാഭാവികമായിട്ടും യൂണിഫോം പോസ്റ്റിലുള്ള എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു ആ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഇൻവോൾവ് ഇൻ ഡിസാസ്റ്റർ റിലീഫ് ഡ്യൂറിംഗ് ഫ്ലഡ്സ്, എർത്ത്ക്വേക്സ് ഓർ അതർ എമർജൻസീസ്. നമുക്കറിയാം നാച്ചുറൽ കലാമിറ്റീസ് വരികയാണെങ്കിൽ അവിടെയും ഇവർക്ക് വർക്ക് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മേ ഫേസ് റിസ്കി സിറ്റുവേഷൻസ് ഇൻ ആന്റി ടെറർ ഓർ ഇൻസർജൻസി ഓപ്പറേഷൻസ്. ഇത്രയാണ് ഇവരുടെ പ്രൊഫൈൽ. ഇത് പ്രൊഫൈൽ പറയാൻ കാരണം ശരിക്കും നമുക്ക് കുറെ പേർക്കൊക്കെ അറിയാവുന്നതാണ്. യൂണിഫോം പോസ്റ്റിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചിലരൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം ജോലിയും പേ സ്കെയിലും മാത്രം നോക്കി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അപ്പം ജോലി കിട്ടിക്കഴിയുമ്പോൾ ഉള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പറയണം. അതുകൊണ്ടാണ് ജോബ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് SSCയിലുള്ളതാണ് SSC MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയും. ഓക്കെ, ലിമിറ്റഡ് യൂണിഫോം റോൾസ് ആണ് അവിടെ ഉള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹവൽദാർ എന്ന് പറയുന്ന പോസ്റ്റാണ്. അതിനകത്ത് CBISലും അല്ലെങ്കിൽ സെൻട്രൽ എക്സൈസിലുമാണ് ഈ പോസ്റ്റ് ഉള്ളത്, ഹവൽദാർ പോസ്റ്റ്. ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 10th പാസ്. കൂടാതെ ഏജ് 18 to 27 ആണ്. നമ്മൾ ആദ്യം സംസാരിച്ച 18 to 25 ആയിരുന്നു ഏജ്. അടുത്തതിന് 18 to 23 വരെ പോയി. ഇപ്പോൾ ഇച്ചിരൂടെ ഹയർ ഏജ് വന്നിട്ടുണ്ട്. 18 to 27 ആണ് ഹവൽദാർ പോസ്റ്റിനുള്ള ഏജ് എന്ന് പറയുന്നത്. പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 18,000 18,000 തൊട്ട് 56,900 രൂപ വരെ ലെവൽ 1ലുള്ള സ്കെയിലാണ് കേട്ടോ. ലെവൽ 1ലുള്ള പേ സ്കെയിലാണ് അവിടെ പറയുന്നത്. ജോബിന്റെ പ്രൊഫൈലിനെ നേച്ചറിനെ കുറിച്ച് പറയുവാണെങ്കിൽ അസിസ്റ്റിംഗ് ഓഫീസേഴ്സ് ഇൻ എൻഫോഴ്സ്മെന്റ്, ഡെലിവറിംഗ് നോട്ടീസസ്, ബേസിക് ഇൻസ്പെക്ഷൻ ടാക്സ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഹവൽദാർ പോസ്റ്റിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതും നമ്മൾ പറഞ്ഞ 10th പാസ് തന്നെയാണ് എലിജിബിലിറ്റി. അത് വെച്ച് സെൻട്രൽ എക്സൈസ് അല്ലെങ്കിൽ CBISൽ കിട്ടുന്ന നല്ലൊരു പോസ്റ്റാണ് ഹവൽദാർ പോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ SSC CGLനെ കുറിച്ചാണ്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. കുറേയേറെ പേര്, വളരെയധികം പേര് പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാമാണ് SSC CGL എക്സാം എന്ന് പറയുന്നത്. ഗ്രാജുവേറ്റ് ലെവലാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതൊക്കെ നമ്മുടെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കുറഞ്ഞ തോതിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഈ പറഞ്ഞ പോസ്റ്റുകൾ നേടാം, ആ ക്വാളിറ്റി ബേസ്ഡ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി സംസാരിക്കാൻ പോകുന്ന ഇച്ചൂടെ ഗ്രാജുവേറ്റ് ലെവലുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ് SSCയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ പോസ്റ്റ് ആണ്. അത് സെൻട്രൽ എക്സൈസ് അല്ലെങ്കിൽ ഗുഡ് സർവീസ് ടാക്സ്, നമുക്കറിയാം GST, ഇവിടെ ഉള്ള CBISയിൽ ഉള്ള പോസ്റ്റ് ആണ് ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ആൻഡ് ഏജ് ഈസ് 18 to 30. വളരെ ഉയർന്ന തോതിലുള്ള ഏജ് ഡിഫറൻസ് വരുന്നുണ്ട്. 18 to 30 ആണ്. റിലാക്സേഷൻ ഒക്കെ ഉണ്ടാവും. ദെൻ അവിടുത്തെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 44,900 തൊട്ട് 1,42,400 രൂപ എന്ന് പറഞ്ഞാൽ ലെവൽ 7ലുള്ള പേ സ്കെയിലാണ്. വളരെ ഹൈ സ്കെയിലാണ് ഇൻസ്പെക്ടറിന് അവിടെ കൊടുക്കുന്നത്. പ്ലസ് അലവൻസ് DA, HRA, TA പല രീതിയിലുള്ള അലവൻസ് ആഡ് ചെയ്താണ്. അപ്പം ചൂടെ സാലറി കൂടും. അപ്പം നല്ലൊരു ഹെവി സാലറിയിലുള്ള ഒരു പോസ്റ്റാണ് ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത്, CBISലുള്ള ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ വർക്ക്സ് അണ്ടർ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് ആണ് CBIS. അതിന് അണ്ടറിലാണ് ഈ പോസ്റ്റ് വരുന്നത്. ദെൻ മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ ടാക്സ് എൻഫോഴ്സ്മെന്റ് ആണ്.
പ്രിവെൻഷൻ ഓഫ് ടാക്സ് ഇവാഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് ഫാക്ടറീസ്, ഷോപ്സ് ആൻഡ് വെയർ ഹൗസസ് എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ജോബ് എന്ന് പറയുന്നത്. ദെൻ ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് ആന്റി സ്മഗ്ലിംഗ് ചെക്സ്, വെരിഫൈങ് GST കംപ്ലൈൻറ്റ്സ്, ഇഷ്യൂയിങ് നോട്ടീസ് ആൻഡ് കണ്ടക്ടിങ് റെയ്ഡ്സ്. നമുക്കറിയാവുന്ന ഈ പറഞ്ഞ നമ്മുടെ എന്തൊക്കെയാണോ ടാക്സ് ബേസ് ആയിട്ട് വരുന്നത്, അത് അല്ലെങ്കിൽ സർവീസ് ടാക്സ് ബേസ് ആയിട്ട് വരുന്നത്, അവിടെയെല്ലാം നമ്മൾ ജോബ് ചെയ്യേണ്ടി വരും. അതിന്റെ ഇൻസ്പെക്ഷനും കാര്യങ്ങളുമാണ് ഈ പറയുന്ന ഇൻസ്പെക്ടർ പോസ്റ്റിലുള്ളത് എന്നുള്ള പ്രത്യേകത. വളരെ നല്ലൊരു പോസ്റ്റാണ്, വളരെ ഹൈ സാലറിയിലുള്ള ഒരു ഗ്രാജുവേറ്റ് ലെവലുള്ള പോസ്റ്റാണ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ നമ്മുടെ SSC CGL തരുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ടർ തന്നെയാണ്. അത് പ്രിവെന്റീവ് ഓഫീസറായിട്ടാണ്, കസ്റ്റംസിലാണ് ആ പോസ്റ്റ് എന്ന് പറയുന്നത്, ഇൻസ്പെക്ടർ ഇൻ കസ്റ്റംസ്. ഓക്കെ, അത് എലിജിബിലിറ്റി എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞ കൂട്ട് തന്നെ ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ എന്ന് പറയാം. ഏജ് മുമ്പത്തെ തന്നെയാണ്, 18 to 30 ആണ്. ദെൻ പേ സ്കെയിൽ പറയുകയാണെങ്കിൽ 44,900 തൊട്ട് മുമ്പേ പറഞ്ഞ 1,42,400 വരെയാണ്. ലെവൽ 7+ അലവൻസ് ആണ് പറയണത്. ജോബ് പ്രൊഫൈലിനെ കുറിച്ച് പറയുവാണെങ്കിൽ വർക്ക് അണ്ടർ CBSE തന്നെയാണ് വർക്ക് ചെയ്യേണ്ടത്. ഇൻ ദ കസ്റ്റംസ് പ്രിവെന്റീവ് വിങ്ങിലാണ് വർക്ക്. ഓക്കെ, കസ്റ്റംസ് പ്രിവെന്റീവ് ഓഫീസറായിട്ടാണ് നമ്മൾ, ഇൻസ്പെക്ടറായിട്ടാണ് നമ്മൾ പോസ്റ്റെങ്കിൽ അവിടെ പ്രിവെന്റീവ് വിങ്ങിലാണ് നമ്മുടെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പ്രൈമറി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് അറ്റ് പോർട്സ്, എയർപോർട്ട്സ് ആൻഡ് കോസ്റ്റൽ ഏരിയാസ്. വളരെ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ള രീതിയിലുള്ള പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ വളരെ നമുക്ക് ഒത്തിരി എയിം ചെയ്യാൻ പറ്റുന്ന, ഡ്രീം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പോസ്റ്റാണ് ഈ ഇൻസ്പെക്ടർ ഇൻ അല്ലെങ്കിൽ പ്രിവെന്റീവ് ഓഫീസർ ഇൻ കസ്റ്റംസ് എന്ന് പറയുന്നത്. ടാസ്ക് ഇൻക്ലൂഡ് ഇൻസ്പെക്ടിങ് കാർഗോ, ഫ്രിസ്കിംഗ് പാസഞ്ചേഴ്സ്, സീസിംഗ് ഇല്ലീഗൽ ഗുഡ്സ് ആൻഡ് ഇന്റലിജൻസ് ഗ്യാതറിംഗ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. വളരെ നന്നായിട്ടുള്ള ഒരു പോസ്റ്റാണിത്, ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത്. SSC CGL പോസ്റ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രിവെന്റീവ് ഓഫീസർ എന്ന് പറയുന്നത്. ദെൻ തേർഡ് പോസ്റ്റ് എന്ന് പറയുന്നത് വീണ്ടും ഇൻസ്പെക്ടർ തന്നെയാണ്. അത് എക്സാമിനർ എന്ന് വേണമെങ്കിൽ പറയാം. കസ്റ്റംസിൽ എക്സാമിനർ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ആണ്. ഇവിടുത്തെ എലിജിബിലിറ്റി ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ആണ്. ഏജ് മുമ്പത്തെ കൂട്ടന് 18 to 30 തന്നെയാണ്. പേ സ്കെയിലും മുമ്പേ പറഞ്ഞ അതേ പേ സ്കെയിലാണ്. സ്വാഭാവികമായിട്ടും SSC CGL അണ്ടറിൽ വരുമ്പം ഇൻസ്പെക്ടറിനെല്ലാം വേരിയസ് നെയിംസ് മാറുന്നുണ്ടെങ്കിലും ഇൻസ്പെക്ടറിനെല്ലാം ഒരേ പേ സ്കെയിലാണ് കൊടുക്കുന്നത്. 44,900 തൊട്ട് 1,42,400. ലെവൽ 7 ആണ്, പ്ലസ് അലവൻസ് വരും. ഓക്കെ, ജോബിന്റെ ഡിസ്ക്രിപ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ ഓൾസോ പാർട്ട് ഓഫ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ബട്ട് ഫോക്കസ്ഡ് ഓൺ എക്സാമിനേഷൻ ഓഫ് ഗുഡ്സ്. കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാണ്, നമ്മൾ മുമ്പേ പറഞ്ഞ അതിന്റെ അണ്ടറിൽ തന്നെയാണ്. പക്ഷേ ഗുഡിന്റെ എക്സാമിനേഷൻ ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, കൂടാതെ ഇമ്പോർട്ടഡ് എക്സ്പോർട്ടഡ് ത്രൂ പോർട്സ് വഴി വരുന്ന ഗുഡ്സിന്റെ എക്സാമിനേഷൻ ആണ് ഇവിടുത്തെ മെയിൻ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ചെക്സ് ഡോക്യുമെന്റേഷൻ, വെരിഫൈങ് കാർഗോ ഫിസിക്കലി ആൻഡ് എൻഷുവർ നോ പ്രൊഹിബിറ്റഡ് ഐറ്റംസ് ആർ ഷിപ്പ്ഡ്. നമുക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു തലത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണോ ആ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ജോബ് പ്രൊഫൈലാണ് ഈ പറയുന്ന എക്സാമിനർ ഓർ ഇൻസ്പെക്ടർ ഇൻ കസ്റ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്തെ യൂണിഫോം പോസ്റ്റ് SSC CGL വഴി നേടിയെടുക്കാൻ പറ്റുന്നതാണ് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലുള്ള സബ് ഇൻസ്പെക്ടർ പോസ്റ്റിനെ കുറിച്ചാണ് പറയേണ്ടത്. അതിന്റെ എലിജിബിലിറ്റി ഇതെല്ലാം ഗ്രാജുവേറ്റ് തന്നെയാണ്. ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ആൻഡ് ഏജ് 20 to 30 ആണ്. മുമ്പ് 18 to 30 ആയിരുന്നു, ഇത് 20 to 30 ആണ്. അതിന്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 35,400 to 1,12,400 ആണ്. 1,12,400 വരുന്ന രീതിയിലുള്ള ലെവൽ 6 പേ സ്കെയിലാണ്, പ്ലസ് അലവൻസസ് ആഡ് ചെയ്യപ്പെടും. ഓക്കെ, ജോബിന്റെ ഡിസ്ക്രിപ്ഷനെ കുറിച്ച് പറയുവാണെങ്കിൽ വർക്ക്സ് ഇൻ CBI ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. കൂടെ നമുക്കറിയാം CBI എന്ന് പറഞ്ഞാൽ ഫുള്ളി ഇൻവെസ്റ്റിഗേഷൻ ആണ്. ആ ടീമിനോടൊപ്പമാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഹാൻഡിൽസ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് റിലേറ്റഡ് ടു കറപ്ഷൻ, ഫ്രോഡ്, financial crimes and serious offences and involves raids, evidence gathering, interrogation and court case preparation. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ജോബിന്റെ പ്രൊഫൈൽ വരുന്നതാണ്. സബ് ഇൻസ്പെക്ടർ ഇൻ CBI എന്നുള്ള പോസ്റ്റ് വളരെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രിവിലേജ് ഉള്ള ഒരു ജോബാണ് ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ ഇൻ CBI എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ പറഞ്ഞ ഈ 4 പോസ്റ്റ് CBI, കാരണം നമ്മൾ ഈ പറഞ്ഞ SSC CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന്റെ അണ്ടറിൽ വരുന്ന 4 പോസ്റ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. ആ പോസ്റ്റിന്റെ കൺക്ലൂഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അത് ഒന്ന് ഇൻസ്പെക്ടർ, അത് GST അല്ലെ CBICയിലായിരുന്നു. 2 ഇൻസ്പെക്ടർ പ്രിവെന്റീവ് ഓഫീസർ ഇൻ കസ്റ്റംസ്, അതുകൊണ്ട് തന്നെ ഇൻസ്പെക്ടർ കസ്റ്റംസിലുള്ള എക്സാമിനർ, ദെൻ സബ് ഇൻസ്പെക്ടർ ഇൻ CBI. ഈ പറയുന്ന 4 പോസ്റ്റിന്റെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എന്തൊക്കെയാണ് അവിടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, പേ സ്കെയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും.
സ്വാഭാവികമായിട്ടും ആദ്യത്തെ 3 പോസ്റ്റിന് ഒരേ പേ സ്കെയിലാണ്. നാലാമത് കാരണം 3 പോസ്റ്റും ഇൻസ്പെക്ടർ ലെവലുള്ള പോസ്റ്റാണ്. നാലാമത് പറഞ്ഞ നമ്മുടെ CBIയിലെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിന് ഇച്ചിരൂടെ പേ സ്കെയിൽ കുറവാണ്, സബ് ഇൻസ്പെക്ടറാണ്. അപ്പം ഈ പറയുന്ന ഏജ് വ്യത്യാസവും അതിൻ്റെ ക്വാളിഫിക്കേഷൻ ബേസ് തന്നെയാണ്. ഏജ് ഡിഫറൻസ് ഉണ്ട്, കൂടാതെ ജോബും ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള CGL SSC CGL വഴി നേടിയെടുക്കാൻ പറ്റുന്ന നല്ല 4 പോസ്റ്റ്, യൂണിഫോം പോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സംസാരിക്കേണ്ടത് SSC CPO എന്ന് പറയുന്ന CAPF അല്ലെങ്കിൽ ഡൽഹി പോലീസിലുള്ള നമ്മുടെ SI പോസ്റ്റിനെ കുറിച്ചാണ് പറയേണ്ടത്. അപ്പം അത് പറയുന്നത് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസാണ്. മിക്കപ്പോഴും നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് പറയുമ്പം SSC അതുകൊണ്ട് തന്നെ RRB പറയുമെങ്കിലും SSCയുടെ അണ്ടറിൽ തന്നെ നടക്കുന്ന ഒരു എക്സാമാണ് ഡൽഹി പോലീസിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ആണ്. ഏതെങ്കിലും ഗ്രാജുവേറ്റ് ഡിസിപ്ലിൻ മതി. ദെൻ അവിടുത്തെ ഏജ് എന്ന് പറയുന്നത് 20 to 25 ഇയേഴ്സ് ആണ്. അതിന് റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. ദെൻ നമ്മൾ സ്വാഭാവികമായിട്ടും മുമ്പേ പറഞ്ഞ കൂട്ട് തന്നെ പൂർണ്ണമായിട്ടും PST ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പാസ്സായിരിക്കണം. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റും പാസ്സായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേ സ്കെയിൽ എന്ന് പറയുന്നത് 35,400 തൊട്ട് 1,12,400 വരെയുള്ള ലെവൽ 6 പേ സ്കെയിലാണ് അവിടെ വരുന്നത്. അതിനോടൊപ്പം തന്നെ പല രീതിയിലുള്ള അലവൻസസും ആഡ് ചെയ്യുന്നുണ്ട്. DHR TA തുടങ്ങിയ പല അലവൻസും, കാരണം ഡൽഹി പോലീസിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വ്യത്യാസം. ഇവിടുത്തെ ജോബിനെ കുറിച്ച് പറയുവാണെങ്കിൽ മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ ഇൻ ഡൽഹി ബേസ് ചെയ്താണ് ഫുൾ വർക്ക് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, കണ്ടക്ട് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, ഇന്ററോഗേഷൻസ് ആൻഡ് കേസ് പ്രിപ്പറേഷൻ. എന്താണോ നമ്മുടെ നാട്ടിലറിയുന്ന സബ് ഇൻസ്പെക്ടർ ചെയ്യുന്ന ജോലി അതെല്ലാം അവിടെയും സെയിം ആയിട്ട് വരും. ദെൻ ലീഡ് റെയ്ഡ്സ്, പട്രോളിംഗ് ആൻഡ് പ്രിവെന്റീവ് പോലീസ് മെഷേഴ്സ്. ദെൻ മാനേജ് ക്രൗഡ് കൺട്രോൾ ഡ്യൂറിംഗ് റെയിൽസ് ഇവന്റ്സ് ഓർ എമർജൻസീസ് എന്നുള്ള റാലീസ് ഇവന്റ്സ് ഓർ എമർജൻസീസ് എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ജോബിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആണ്, വളരെ നല്ല ഒരു പോസ്റ്റാണ് ആ പറയുന്നത്. ഓക്കെ, ദെൻ അവിടെ തന്നെയുള്ള രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടർ ഇൻ CAPF വിച്ച് ഈസ് BSF, CISF, CRPF, ITBP, SSB തുടങ്ങിയ കാറ്റഗറീസിലുള്ള സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ആണ്. അതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ആണ്. കൂടാതെ ഏജ് എന്ന് പറയുന്നത് 20 to 25 ഇയേഴ്സ് ആണ്. റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. പിന്നെ കൂടാതെ മുമ്പേ പറഞ്ഞ PST PET എക്സാംസ് ഒക്കെ അല്ലെങ്കിൽ ആ ടെസ്റ്റ് ഒക്കെ പാസ്സായാൽ മാത്രമേ നമുക്ക് ജോബ് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, യൂണിഫോം പോസ്റ്റ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പഠനത്തോടൊപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ എക്സാമിന് മാത്രം പ്രിപ്പയർ ചെയ്യുകയും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാതിരുന്നു കഴിഞ്ഞാൽ അവസാനം നമുക്ക് ദുഃഖിക്കേണ്ടി വരും. ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഞാനിപ്പോൾ സംസാരിച്ച എല്ലാ യൂണിഫോം പോസ്റ്റും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം കൂടാതെ ഇവിടുത്തെ പേ സ്കെയിൽ, ഈ സബ് ഇൻസ്പെക്ടർ CAPFിലെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 35,400 തൊട്ട് 1,12,400 നമ്മൾ കുറെ നേരമായിട്ട് കാണുന്ന ലെവൽ 6 പേ സ്കെയിലാണ്, പ്ലസ് അലവൻസസ് ആണ്. ഓക്കെ, ജോബിന്റെ ഡിസ്ക്രിപ്ഷനെ കുറിച്ച് പറയുവാണ്. ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞ പല കാറ്റഗറീസ് ഉണ്ട്. BSFിലാണെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി ആണ്, അല്ലെ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. സോ ബോർഡർ സെക്യൂരിറ്റി, ആന്റി ഇൻഫിൽട്രേഷൻ, പാട്രോളിംഗ്, ബോർഡർ ഫെൻസിങ്, ഇതൊക്കെയാണ് അവിടുത്തെ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനി CISFിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അറിയാം ഇൻഡസ്ട്രി ആണ്. ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കൺ കമ്പനീസിന്റെ സെക്യൂരിറ്റി, എയർപോർട്ട്സിന്റെ സെക്യൂരിറ്റി, ന്യൂക്ലിയർ പ്ലാന്റ്സിന്റെ സെക്യൂരിറ്റി ഫോഴ്സിലേക്കാണ് ഇവിടെ ഒന്ന് നിയമിതമാകുന്നത്. ഓക്കെ, ദെൻ CRPFിലാണെങ്കിൽ ഇന്റേണൽ സെക്യൂരിറ്റി ആണ്. കൂടാതെ റയോട്ട് കൺട്രോൾ, ആന്റി നെക്സൽ ഓപ്പറേഷൻസ് ഒക്കെയാണ് CRPFിന്റെ കീഴിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ വരുന്നത്. ദെൻ ITBPയിലാണെങ്കിൽ ഇൻഡോ ചൈന ബോർഡർ സെക്യൂരിറ്റി ആണ്. ഹൈ ഓൾട്ടിറ്റ്യൂഡ് പോസ്റ്റിംഗ്സ് ആണ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ദെൻ SSBയിൽ ഇൻഡോ നേപ്പാൾ അല്ലെങ്കിൽ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ മാനേജ്മെന്റ് ആണ് ഈ പറയുന്ന ജോബിന് താഴെ വരുന്ന പ്രൊഫൈൽ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ ഇപ്പം തന്നിരുന്ന പല വേരിയസ് കാറ്റഗറീസിൽ എവിടെയാണ് പോസ്റ്റിംഗ് എന്നുള്ളത് അവിടുത്തെ നമ്മൾ എക്സാം എഴുതിയതിന് ശേഷമുള്ള പല കട്ട് ഓഫ് ബേസ്ഡ് ആയിട്ടുള്ളതാണ് പോസ്റ്റിംഗ് വരുന്നത്. കൂടാതെ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം ഏതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് ചൂസ് ചെയ്ത് കൊടുക്കാം. കട്ട് ഓഫ് ബേസ് ആയിട്ടായിരിക്കും നമുക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിൽ ഏത് കാറ്റഗറിയിലേക്കാണ് നമ്മൾ ഈ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് പോകുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ. ഇതാണ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് നമുക്ക് വരുന്ന കാറ്റഗറീസും പോസ്റ്റിന്റെ എലിജിബിലിറ്റി ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനിയും മൂന്നാമതായിട്ട് വരുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഇൻ CISF ആണ്. അപ്പം ഓൾറെഡി നമ്മൾ ഇൻസ്പെക്ടർ പറഞ്ഞു, സബ് ഇൻസ്പെക്ടർ പറഞ്ഞു, ഇനിയും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആണ്. അവിടുത്തെ എലിജിബിലിറ്റിയും
കുറേ നേരമായിട്ട് സംസാരിക്കുന്ന എല്ലാ പോസ്റ്റിൻ്റെയും എലിജിബിലിറ്റി നമ്മുടെ ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ആണ്. കൂടാതെ അവിടുത്തെ ഏജ് എന്ന് പറയുന്നത് 20 to 25 ഇയേഴ്സ് ആണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് മുമ്പേ പറഞ്ഞ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഒക്കെ പാസ്സായാൽ മാത്രമേ നമുക്ക് ജോബ് ലഭിക്കുകയുള്ളൂ, പോസ്റ്റ് ലഭിക്കുകയുള്ളൂ. പേ സ്കെയിൽ എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. ഇതിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറിൽ 29,200 തൊട്ട് 92,300 വരെയുള്ള ലെവൽ 5 സ്കെയിലാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ അതിനോടൊപ്പം തന്നെ അലവൻസസും ഉണ്ടായിരിക്കുന്നതാണ്. സ്കെയിൽ വ്യത്യാസമുണ്ട്, കാരണം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആയതുകൊണ്ടാണ് ആ വ്യത്യാസം വരുന്നത്. ഓക്കെ, ദെൻ അവിടുത്തെ ജോബിന്റെ എന്താണ് ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ആണ്. കാരണം CASFന്റെ അണ്ടറിലെല്ലാം ഇൻഡസ്ട്രി ബേസ്ഡ് ആണ് വരുന്നത്. ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോർ PSUs, പബ്ലിക് സെക്ടർ അണ്ടർടേക്കൺ കമ്പനീസ് ആൻഡ് റിഫൈനറീസ്, ന്യൂക്ലിയർ പ്ലാന്റ്സ്, ഇവിടെയൊക്കെ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ആണ് നമ്മൾ പറയുന്നത്. ദെൻ എയർപോർട്ട് സെക്യൂരിറ്റി, പാസഞ്ചർ സ്ക്രീനിങ്, ബാഗേജ് ചെക്സ്, എയർഫീൽഡ് സേഫ്റ്റി, ഇതൊക്കെയാണ് പോസ്റ്റിന്റെ ഡിസ്ക്രിപ്ഷനായിട്ട് നമുക്ക് പറയാൻ. കൂടാതെ VIP പ്രൊട്ടക്ഷൻ ഡ്യൂട്ടീസ് വെൻ അസൈൻഡ്, അവിടെ VIP പ്രൊട്ടക്ഷൻ ഡ്യൂട്ടിയും നമുക്ക് അതിനകത്ത് ചെയ്യേണ്ടി വരും. ഇതാണ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ CISFലുള്ള ജോലി എന്ന് പറയുന്നത്. വളരെ പല രീതിയിൽ മാറി മാറി നിൽക്കുന്ന പോസ്റ്റുകളാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. ഇപ്പോൾ സംസാരിച്ച പോസ്റ്റുകളെല്ലാം SSC CPO പോസ്റ്റുകളാണെന്ന് മനസ്സിലാക്കുക. 3 എണ്ണം ഉണ്ട്. സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ്, സബ് ഇൻസ്പെക്ടർ ഇൻ CAPF, അത് പല കാറ്റഗറി ഉണ്ട്. ദെൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഇൻ CISF. ഇതാണ് നമ്മുടെ ഇപ്പോൾ അവസാനമായിട്ട് പറഞ്ഞ പോസ്റ്റ്. അപ്പം നോക്കുകയാണെങ്കിൽ ഒരു യൂണിഫോം പോസ്റ്റിന് വേണ്ടി ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന ഒരു വ്യക്തിക്ക് വളരെയധികം വാസ്റ്റ് വേക്കൻസീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സെൻട്രൽ ഗവൺമെന്റിൽ. പക്ഷേ ഏജ് 30ക്ക് മുകളിൽ പോകാത്ത രീതിയിൽ നമ്മുടെ ഗ്രാജുവേഷൻ ഒക്കെ പൂർത്തിയാകുമ്പോൾ തന്നെ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഒരു നല്ല യൂണിഫോം പോസ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കും. RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിനെ ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് യൂണിഫോം പോസ്റ്റ് വളരെ കുറവേ പറയാനുള്ളൂ. എന്നാൽ SSC ബേസ്ഡ് ആയിട്ട് പലതരത്തിലുള്ള വേരിയസ് യൂണിഫോം പോസ്റ്റുകളുണ്ട്. നല്ല സാലറി സ്കെയിലുള്ള നമുക്ക് നല്ലൊരു പോസ്റ്റിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള യൂണിഫോം വേക്കൻസീസ് ആണ് അവിടെ ഉള്ളത്. കൂടാതെ റെയിൽവേ അല്ലെങ്കിൽ RRB അല്ലെങ്കിൽ SSC എക്സാംസിന് വേണ്ടിയുള്ള ലോങ് ബാച്ചസ് നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കൂടാതെ അതിനകത്ത് ഓഫ്ലൈൻ ക്ലാസ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞ യൂണിഫോം പോസ്റ്റിന് ഓരോന്നിനും എക്സാമിന് അതിൻ്റെതായ സിലബസുകളുണ്ട്. ആ സിലബസ് ബേസ്ഡ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആഗ്രഹം കൊണ്ട് മാത്രം ഒന്നും ആവില്ല, നമ്മൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയിൽ ഓൾറെഡി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളൊരു ജോലി അല്ലെങ്കിൽ ഒരു യൂണിഫോം പോസ്റ്റ് സ്വപ്നം കാണുമ്പോൾ അതിന് വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. അതിന് ഒതുങ്ങുന്ന രീതിയിലുള്ള ബാച്ചസ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബാച്ചസിലൊക്കെ ജോയിൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു വർഷത്തിനകം നിങ്ങളുടെ ഇപ്പം ഏത് ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, ഗ്രാജുവേറ്റോ 10th എന്തും ആയിക്കോട്ടെ, അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോസ്റ്റ് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. ഈ പറയുന്ന ബാച്ചസ് ജോയിൻ ചെയ്ത് നിങ്ങൾ ആ രീതിയിലുള്ള പ്രിപ്പറേഷന് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞാൻ സംസാരിച്ച ഏത് പോസ്റ്റിലും ഏത് യൂണിഫോം പോസ്റ്റും ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സ്വാഭാവികമായിട്ടും നമ്മൾ ഓൾറെഡി ഈ ജോബൊക്കെ ഞാനിപ്പോൾ സംസാരിച്ച പല ജോബുകളും ഓൾറെഡി ക്രാക്ക് ചെയ്തിട്ടുള്ള, റാങ്ക് നേടിയിട്ടുള്ള, പോസ്റ്റിങ്ങിലുള്ള പല വ്യക്തികളുടെയും അണ്ടറിൽ നിങ്ങൾക്ക് മെന്റർഷിപ്പിൽ നിങ്ങൾക്ക് ഇതിനുവേണ്ടി കൂടുതൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയുടെ ബാച്ചസിന്റെ ഒക്കെ പ്രത്യേകത. അതുകൊണ്ട് നല്ല രീതിയിൽ പഠനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരു വർഷത്തിനകം നിങ്ങൾക്ക് നല്ല ഒരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഈ ഏണസ്റ്റ് അക്കാദമിയുടെ കോഴ്സുകളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കുവാനായിട്ട് താഴെ പോകുന്ന ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. അതിനുള്ള കറക്റ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവും പോസ്റ്റുകളെ കുറിച്ചും, ഏത് ജോലി, ഏത് ബാച്ച് എന്ന രീതിയിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളുള്ള മറുപടി നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് ബാക്കി കാര്യങ്ങൾ സൊല്യൂഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഭാവി നേരുന്നു. കൂടാതെ ഈ പറഞ്ഞ എക്സാംസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ ഇനിയുള്ള കാലയളവിൽ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.